മണലൂർ മണ്ഡലത്തിൽ സുധീറിന് അനുകൂലമായി പലയിടങ്ങളിലും ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള വിഷയങ്ങളിലേക്ക് പാർട്ടി കടക്കുന്നതിന് മുൻപേ തന്നെയാണ് ഇത്തരത്തിൽ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ CG ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ടോമി, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ തൃശൂരിലെ മണ്ണൂർ മണ്ഡലത്തിൽ VM സുധീറിന് അനുകൂലമായി അല്ലെങ്കിൽ വോട്ട് തേടിക്കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. PA മാധവൻ, O അബ്ദുറഹ്മാൻ കുട്ടി, PCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ തുടങ്ങിയവരാണ് തൃശൂരിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളായി ജില്ലയിലെ നേതാക്കൾ മണലൂർ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥികളായി നിർണയിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ മണ്ഡലത്തിന് വേണ്ടി സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ നേതാക്കൾ അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്ന KPCC പ്രസിഡന്റിന്റെ പേരിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിരിക്കുന്നത്. AI ഗ്രൂപ്പുകൾക്ക് പ്രബലമായ ഒരു അവരുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് തന്നെ വിശേഷിക്കപ്പെടുന്ന മണലൂർ മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ VM സുധീറിന് അനുകൂലമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. VM സുധീരൻ മത്സരിക്കുകയാണെങ്കിൽ തൃശൂരിലായിരിക്കുമെന്നും മണലൂർ മണ്ഡലം തിരഞ്ഞെടുക്കുമെന്നും നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ തൃശൂരിലെ ജില്ലാ നേതാക്കൾക്ക് ഇതിനോട് വിയോജിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അവർ മറ്റു ചില ആളുകളുടെ പേരുകളായിരുന്നു തൃശൂരിലെ സ്ഥാനാർത്ഥികളായി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ പ്രത്യേകിച്ച് ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾ നടന്ന ശേഷം നേതാക്കൾ കേരളത്തിൽ തിരിച്ചെത്തിയ ആ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ചുവരെഴുത്തുകൾ VM സുധീറിന് അനുകൂലമായുള്ള ചുവരെഴുത്തുകൾ പ്രത്യേകിച്ച് ഗ്രൂപ്പ് വഴക്കുകൾക്ക് ഏറെ പേര് കേട്ടിട്ടുള്ള തൃശൂർ ജില്ലയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇരു ഗ്രൂപ്പുകൾക്കും എതിരായി നിലപാടെടുത്തുകൊണ്ട് ഇരിക്കുന്ന VM സുധീറിന്റെ പേരിൽ ഇത്തരത്തിലുള്ളൊരു ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ തൃശൂരിലെ മുതിർന്ന ഗ്രൂപ്പ് നേതാവും മന്ത്രിയുമായ CM ബാലകൃഷ്ണൻ തൃശൂരിലേക്ക് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്നതിനോട് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജില്ലയിൽ തന്നെ മിടുക്കരായ സ്ഥാനാർത്ഥികൾ ഉള്ള സമയത്ത് ജില്ലയ്ക്ക് പുറത്തുള്ളവരെ മത്സരിപ്പിക്കുന്നവരോട് താല്പര്യമില്ല. അത്തരത്തിൽ മത്സരിക്കുന്നവർ തന്നെ എല്ലാം തന്നെ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും പാർട്ടിക്ക് നൽകാനാവില്ല. അത്തരത്തിലുള്ള ഒരു പ്രവണത ശരിയല്ല എന്ന രീതിയിലാണ് CM ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കൾ ജില്ലയിൽ നിന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. ചാലക്കുടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഹൈക്കമാൻഡ് ഇടപെടൽ നടത്തിയാണ് എല്ലാ തവണയും സ്ഥാനാർത്ഥി നിർണയം നടത്താറ്. ഇക്കുറിയും ഹൈക്കമാൻഡിന്റെ ഇടപെടലോടുകൂടി തന്നെ PT തോമസിനെ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ധനപാലനെ KT ധനപാലനെ മത്സരിപ്പിക്കാനുള്ള നീക്കവും അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുധീറിന്റെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സുധീറിന് ഇത്തരത്തിലുള്ള ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയ ഒരു സമയത്ത് തന്നെയാണ് ജില്ലയിലെ മുതിർന്ന നേതാവായ CM ബാലകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് ഇത്തരത്തിലൊരു കമന്റ് വന്നിരിക്കുന്നത്.